ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വിളിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഗപ്പീസിൻ്റെ ഒരു കെയറുമായിട്ട് ബന്ധപ്പെട്ടൊരു വാട്ടർ പ്ലാന്റ് പരിചയപ്പെടുത്താനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസ് വാട്ടർ പ്ലാന്റ്സിൻ്റെ സെക്ഷൻസാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഫോക്സ്ടെയിൽ എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ്. ഫോക്സ്ടെയിൽ എന്നറിയപ്പെടും. ഇത് നമ്മളെ ഗപ്പിക്ക് പറ്റിയൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഗപ്പിക്ക് പറ്റിയ വേറൊരു വാട്ടർ പ്ലാന്റും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി ജസ്റ്റ് ഫസ്റ്റ് ഞാനിപ്പോൾ നമുക്ക് പ്ലാന്റ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലിരിപ്പുള്ള പ്ലാന്റ് ഫസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പോകാം. ഇതിനകത്താണ് എനിക്ക് അത്യാവശ്യം എൻ്റെ വീട്ടിൽ കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി ഈ ഒരു പ്ലാന്റ് ഉള്ളത് ഇതിനകത്താണ്. സോ അതാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കയറി നിൽപ്പുള്ളത്. ഇവിടെ ജസ്റ്റ് എടുത്ത് കാണിച്ചിട്ട് കണ്ട, ഇതാണ് നമ്മുടെ ഫോക്സ്ടെയിൽ എന്ന് പറഞ്ഞ ആൾ. കണ്ട ഈ പ്ലാന്റ് വെള്ളത്തിൽ കിടക്കട്ടെ, നമുക്ക് വെള്ളത്തിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ജസ്റ്റ് വെയിറ്റ്, സോറി. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നമുക്ക് നല്ല രീതിയിലുള്ള നിറച്ചിങ്ങനെ ക്രൗഡായിട്ട് മാറും. പിന്നെ അതുപോലെ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഒളിച്ചിടക്കാനൊക്കെ പറ്റിയൊരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കൂടെ ഫാസ്റ്റ് നമുക്ക് പറയാൻ സിമ്പിളാണ്. ഇതാ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇതാ ആ രണ്ട് സ്റ്റെമ്മിൻ്റെ ഇടയ്ക്ക് വെച്ച് ജസ്റ്റ് ഒരു കട്ടി കഴിഞ്ഞു. ഇതൊരു പുതിയ പ്ലാന്റായി. ഇതിനെ തന്നെ വീണ്ടും നമുക്ക് കട്ട് ചെയ്യാം. ഇതാ ഇവൻ വേറൊരു പ്ലാന്റായി. ഇതാ ഇത് വേറൊരു പ്ലാന്റായി. ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റിന് ഇത് ഭയങ്കര ഫാസ്റ്റ് പ്രൊപ്പഗേഷനാണ്. വാട്ടർ പ്ലാന്റ്സിൻ്റെയൊക്കെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ അത് ഇവൻ്റെ ഇവിടെ നിന്നൊക്കെ പൊടിച്ച് പുതിയ പ്ലാന്റായിട്ട് മാറും. പെട്ടെന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പുതിയ പ്ലാന്റ് ആവും. ഓക്കെ, പിന്നെ കട്ട് ചെയ്തിടുമ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പൊടിക്കാൻ വളരെ ചാൻസ് സം ടൈംസ് കുറവാണ്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിന് ആ ഒരു വളർന്നു പോകുന്ന ഒരു ഭാഗമില്ല, ഇനി വേറൊരു ഭാഗത്തിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടി മുളച്ച് വരാൻ ചിലപ്പോൾ സമയമെടുക്കും. ചില സമയത്ത് അത് നശിച്ച് പോകാറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫോക്സ്ടെയിൽ അത്യാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത്യാവശ്യം നിറച്ച് ബൾക്ക് നമുക്ക് സെയിലായി പോകാറുള്ളൊരു സാധനമാണ് ഈ ഫോക്സ്ടെയിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫോക്സ്ടെയിൽ നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ഇതിനുള്ളൊരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഞാനിപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് എക്സാമ്പിളിന് വേണ്ടിയാണ് ഞാൻ ടാങ്ക് വൃത്തിയാക്കാതെ ഒരു ടാങ്ക് ഇട്ടിട്ടുള്ളത്. അങ്ങനെ വിചാരിക്കരുത്, സമയം കിട്ടാത്തോണ്ട് ആ ടാങ്ക് അങ്ങനെ ആയിപ്പോയാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ടാങ്കിനകത്ത് വന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോക്സ്ടെയിൽ കൊണ്ട് നിറഞ്ഞ് കിടക്കുകയായിരുന്നു. കുറേ മീനുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഫോക്സ്ടെയിൽ അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഒരു പരിധി വരെ ആവശ്യമാണ്. പക്ഷേ ഈ ഫോക്സ്ടെയിലിൽ ഉണ്ടാകുന്നൊരു മെയിൻ പ്രോബ്ലം കാണിച്ചു തരാം. കണ്ട, ആ പ്ലാന്റിൽ വന്നിട്ട് നമ്മുടെ ഒരു തരത്തിലുള്ള ഈ പായൽ കണ്ട, ഈ പായൽ വന്ന് കോണ്ടാക്റ്റ് ആവും. ഈ പായൽ വന്ന് നമ്മുടെ ഫോക്സ്ടെയിലിനെ അങ്ങ് നശിപ്പിക്കാൻ തുടങ്ങും. ഈ നശിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോക്സ്ടെയിലിൽ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോളണം ആ കുളത്തിൽ പിന്നെ മീനുകൾക്ക് വളരാൻ പറ്റിയൊരു കാലാവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻ അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു കറുത്ത കറുത്ത ഒരു ആൽഗെ ഉണ്ടാവും. ഈ ആൽഗെ വരുമ്പോൾ ഉള്ള മെയിൻ പ്രോബ്ലം, ആദ്യമൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ പണ്ടത്തേനേക്കാളും മീനുകളുണ്ടാവും. പക്ഷേ നമുക്ക് കാലമല്ല ദിവസം പോകും തോറും ആ മീനുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും. ഈ ഒരു പായൽ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഞാനിത് ഉടനെ ക്ലീൻ ചെയ്യും. ഇതിൻ്റെ അടിയിൽ നിറച്ച് അഴുക്ക് കിടപ്പുണ്ട്. അഴുക്ക് ഓവറായി എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് ആ ഒരു എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഈ ഇപ്പോൾ എടുക്കുന്ന ഇത്രയും ലിറ്റർ വെള്ളത്തിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെയും പരമാവധി കൂടുതലായി വരുമ്പോഴാണ് വെള്ളത്തിൽ ഈ ആൽഗയുടെ ഓവർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇത് ഓവറായിട്ട് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഒന്നാമത് നമ്മുടെ ഫോക്സ്ടെയിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവനും കൂടെ വന്ന് ഗ്രോത്ത് ആകുമ്പോൾ ഫിഷുകൾക്ക് അങ്ങോട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ വെള്ളത്തിൽ ആവശ്യമായിട്ടുള്ള നോർമലി നമ്മളെ ഗപ്പീസൊക്കെ ശ്വസിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ ഡിസോൾഡ് ആണ്. അപ്പോൾ DOD എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ ഡിസോൾഡ് ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിലപ്പോൾ DO എന്ന് പറഞ്ഞാൽ ഡിസോൾഡ് ഓക്സിജൻ, വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജനാണ് ഇവയൊക്കെ ശ്വസിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കൊറിയറൊക്കെ അയക്കുമ്പോൾ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ നമുക്കതിൽ വെള്ളത്തിൽ കുറച്ച് നമ്മൾ വെള്ളം വെച്ചിട്ട് അതിൽ പുറത്തുള്ളതുണ്ട് എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്നും വെള്ളത്തിൽ ഡിസോൾവായി വരുന്നതാണ് അവർ ശ്വസിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്നതായിട്ടുള്ള ഇതിൽ ഡിസോൾഡ് ഓക്സിജൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. വളരെ കുറവാകാൻ കാരണം ന്യൂട്രിയൻസ് കൂടുന്നതനുസരിച്ച് പ്ലാന്റുകൾ ബൾക്കായിട്ട് വളരും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ തന്നെ പ്ലാന്റ്സ് ബൾക്കായിട്ട് വളർന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഗപ്പീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ മൂവ്മെൻറ്റ്സ് കുറഞ്ഞു പോകും. കാരണം അവയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനും അതിനുള്ള മൂവ്മെൻറ്റ്സ് കുറയും. പിന്നെ അത് പോയിട്ട് അവരുടെ മൂവ്മെൻറ്റ്സ് കുറയുമ്പോൾ തന്നെ അവരൊരു ഹെൽത്ത് അല്ലാതാവും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ തന്നെ ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് വെറുതെ അവർ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഗപ്പീസിന് അവർ കറക്റ്റ് നല്ല രീതിയിൽ ഓടിക്കളിച്ചൊക്കെ നടക്കാൻ വേണ്ടി ഒരു ചുറ്റുപാട് അവർക്ക് വേണം. അപ്പോൾ അത് നോർമലി അവിടെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിന് അനുസരിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഡിസീസ് ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഡിസീസിന് മെയിൻ ഒരു എക്സാമ്പിളാണ് ഡിസീസ്. ഇവരുടെ ശരീരത്തിൽ ഫംഗസ് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഫംഗസ് അറ്റാക്ക് വരാം. വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടി നിൽക്കുമ്പോൾ ഉള്ളൊരു മെയിൻ പ്രോബ്ലം, ഇവയുടെ ശരീരം കൊണ്ട്
ഉണങ്ങാൻ ചാൻസ് ഉണ്ട്, നല്ല ഒട്ടാൻ ചാൻസ്. അപ്പോൾ ഒട്ടാനൊക്കെ ചാൻസ് വരുന്നത് ഓവർ പ്ലാന്റിൻ്റെ ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ വാട്ടർ ക്വാളിറ്റി, ഇതിപ്പോൾ വാട്ടർ ക്വാളിറ്റി പോയി കിടക്കുകയാണ്. അത് കാരണം ഇനി കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ അതിലെൻ്റെ ഇപ്പോൾ ബ്ലൂ ഡയമണ്ടാണ്. ബ്ലൂ ഡയമണ്ടിൽ ഒരു ആണ് മാത്രമേ എന്തോ ഇതിലുള്ളൂ, ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണ്. അതെന്തോ പറ്റിയതാണ്. അപ്പോൾ അതിലെന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ അത് ശരിയാക്കണം. അപ്പോൾ അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉറപ്പായിട്ട് നിങ്ങളെ തേടിയെത്തും ഓവറായിട്ട് പ്ലാന്റ് ഗ്രോത്ത് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ പ്ലാന്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത്രയും ദിവസം പോലും മീൻ നിൽക്കില്ല, അടിച്ചു പോകും. പക്ഷേ പ്ലാന്റ് ഉള്ളതും നമുക്ക് എന്തും അമിതമായാൽ അമൃതം പ്രശ്നം. നമുക്കിപ്പോൾ വെള്ളം നമുക്ക് കുടിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിക്കാനുള്ളത് ഒരു 10 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് നോക്കും, നമ്മളെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ അതേപോലെയാണ് അവർക്ക് ചെടികൾ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുപാടും പ്ലാന്റ്സൊക്കെ ആവശ്യമാണ്, നാച്ചുറലായിട്ടൊരു കണ്ടീഷൻ ആവശ്യമാണ്. പക്ഷേ അത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പ്രശ്നം ഉണ്ടാവും. സോ അപ്പോൾ അത് നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗപ്പീസിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം. പിന്നെ ഫോക്സ്റ്റെയിൽ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഫോക്സ്റ്റെയിൽ നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാൻ സമ്മതിക്കരുത്, ആ ഫോക്സ്റ്റെയിലിൽ ആ ഒരു ആൽഗിയെ വന്ന് ഓവർ ഗ്രോത്ത് ആവാൻ വേണ്ടി സമ്മതിക്കരുത്. ഈ ഓവർ ഗ്രോത്ത് ആവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യുക. എന്നെപ്പോലെ എനിക്കിപ്പോൾ ശരിക്കും വരുന്ന സമയം ഞാനിപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നമുക്ക് ഓവർ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം വന്നെടുക്കുന്ന ഒരു സെയിലിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ ഓവർ ഗ്രോത്ത് എനിക്ക് ഉള്ള സ്ഥലത്തിലേ വളർത്താൻ പറ്റും. അപ്പോൾ ഓവർ ഗ്രോത്ത് ഒരു പരിധി വരെ എനിക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതോടൊപ്പം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഓവർ ഗ്രോത്ത് കുറയ്ക്കാൻ കഴിഞ്ഞു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഓവർ ഗ്രോത്ത് കുറയ്ക്കാൻ കഴിഞ്ഞു. പിന്നെ നമുക്കിത് വേറെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനിപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് എന്തുണ്ട്, നിറച്ച് അഴുക്ക് കിടപ്പുണ്ട്. അഴുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് അഴുക്ക് കളയാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ള നമുക്കിപ്പോൾ എക്സാമ്പിൾ കടകളിൽ നിന്നൊക്കെ ക്ലീനർ നമുക്ക് വാങ്ങാൻ കിട്ടും. വെള്ളം ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ അത് ഞാൻ ജസ്റ്റ് ക്ലീനർ കാണിച്ചു തരാം. അപ്പോൾ ആ ക്ലീനർ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ക്ലീനർ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലീനർ ഞാൻ എന്ത് കറക്റ്റ് പറയാൻ പിടിയില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്ലീനർ നിങ്ങൾ എടുക്കുക. ഈ ക്ലീനർ എടുത്തതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് യൂസ് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം ഒന്ന് കളയുക. അപ്പോൾ ഇത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻ കുഞ്ഞുങ്ങളൊന്നും പോവില്ല കേട്ടോ. ഇതിൽ നോർമലി നമ്മൾ വെറുതെ ഓസിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീൻ കുഞ്ഞുങ്ങൾ പോകാൻ ചാൻസ് ഉണ്ടാ. അപ്പോൾ ഇതിൽ നമുക്ക് ആ അഴുക്കുകൾ മാത്രം നമുക്ക് പോകണ്ട, നിറച്ച് അഴുക്കുകളൊക്കെയാണ് കണ്ട. ഒരു പരിധിയിൽ ഇതിനൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെക്കാൾ അപ്പുറം ഒത്തിരി ഇതിൽ അഴുക്ക് കിടപ്പുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ് കണ്ട. ഇതിൻ്റെ നമുക്ക് മൊത്തം നിറച്ചഴുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു നമ്മുടെ ഗപ്പീസിന് ഉറപ്പായിട്ട് വലിയൊരു പ്രോബ്ലമാണ്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് ക്ലീൻ ആക്കണം. ഞാനിപ്പോൾ ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കുന്നില്ല, എനിക്ക് സമയമില്ല ഇപ്പോൾ, അത് ഞാൻ ക്ലീൻ ആക്കും. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തുകൊണ്ട് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ആൽഗെ വന്നു കഴിഞ്ഞാൽ ആൽഗെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് കുറയും. കാരണം ഈ നമ്മുടെ ഫിഷിൻ്റെ ഫീഡ് കഴിച്ചിട്ട് ഇവർ അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് വരുമ്പോഴാണ് നമുക്കതിൽ ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ അമോണിയ, ഫിഷ് പുറന്തള്ളുന്ന വേസ്റ്റാണ് അമോണിയ എന്ന് പറയും. ആ അമോണിയക്കകത്ത് നൈട്രജൻ ഉണ്ട്. ഈ നൈട്രജൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന് വളരാൻ വേണ്ടി അത്യാവശ്യമായിട്ടൊരു ഘടകമാണ് നൈട്രജൻ. ഓക്കെ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നൈട്രജനാണ് ഇതിൽ ഒബ്വിയസ്ലി ആ ഒരു സമയത്ത് കൂടുന്നത്. ഓക്കെ, അങ്ങനെ കൂടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നോർമലി പ്ലാന്റ്സ് വളരും, ഫിഷിൻ്റെ അവിടെ ഗ്രോത്ത് കുറയും, ഓക്സിജൻ ഡിമാൻഡ് നമുക്ക് പ്ലാന്റ് കൂടുതൽ വലിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലംസ്. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക നമ്മളിൽ പ്ലാന്റ്സ് നിങ്ങൾ ഉപയോഗിക്കണം, അത് ഉപയോഗിക്കണം, എങ്കിലേ നമുക്ക് നല്ലൊരു അക്യൂറം കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് അതിനെ ക്ലീൻ ആക്കാൻ വേണ്ടിയും കൂടെ ശ്രമിക്കുക. പിന്നെ ഓവർ ഫീഡിങ് ചെയ്യുക. ഓവർ ഫീഡിങ് മറ്റൊരു പ്രത്യേകതയാണ്. ഓവർ ഫീഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിധി വരെ നമ്മുടെ പ്ലാന്റ്സിൻ്റെയൊക്കെ ഓവർ ഗ്രോത്ത് ഉണ്ടാവും. സോ അപ്പോൾ ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നമ്മുടെ ഫോക്സ്റ്റെയിലിനെ കുറിച്ച് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഫോക്സ്റ്റെയിൽ നമുക്ക് നല്ല രീതിയിൽ ബൾക്കായിട്ട് വളരും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ വേറൊരു ടാങ്ക് കാണിച്ചു തരാം. കണ്ട, അല്ല സോറി, ഇതിൽ വേറൊരു പ്ലാന്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ എൻ്റെ ഇതിലും പിന്നെ ആ കാണിച്ച അതിലും തന്നെയാണ് നമ്മളിപ്പോൾ എൻ്റെ വീടിൻ്റെ ഈ ഒരു ഭാഗത്തുള്ളത്. ഇതെൻ്റെ വീട്ടിലുള്ള ഗപ്പിയുടെ ഗാർഡനാണ്, അല്ല ഗപ്പി ഫാമാണ്. വേറൊരു ഫാമുണ്ട്, നിങ്ങൾ വീഡിയോസ് കാണുന്നവർക്കറിയാം. നമുക്ക് വേറൊരു ഫാമുണ്ട്. ആ ഒരു ഫാമിൽ കുറച്ചുകൂടെ നമ്മുടെ ഫോക്സ്റ്റെയിൽസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഫോക്സ്റ്റെയിലിനെ കുറിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞു. മറ്റൊരു വീഡിയോയിൽ നമ്മൾ മറ്റൊരു പ്ലാന്റിനെ കുറിച്ച് എത്തുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്.